ഹലോ, നമസ്കാരം. ഇന്ന് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയുന്ന ദിനമാണ്. ആര് ഭരിക്കും നമ്മുടെ നാട് എന്ന് തിരിച്ചറിയുന്ന ദിനം. വാശിയേറിയ പോരാട്ടം, ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഇലക്ഷന്റെ ആ ഒരു ചൂടിൽ നിന്നും ഇന്ന് നമുക്കിടയിലുള്ളത് കാത്തിരിപ്പിന്റെ ഒരു നിമിഷങ്ങളാണ്. ആശങ്കയും അതുപോലെ പ്രതീക്ഷയും ഒക്കെ ചേർന്ന ദിനങ്ങൾ. റിസൾട്ട് എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ജയപരാജയങ്ങൾക്കിടയിൽ പരസ്പരം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചിലതൊക്കെയുണ്ട്. ആര് ജയിച്ചു, ആര് തോറ്റു എന്നതിനേക്കാളൊക്കെ അപ്പുറം ആരായിരുന്നു എൻ്റെ അരികിലുള്ളവർ, ആരായിരുന്നു എൻ്റെ കൂടെ നടക്കുന്നവർ എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. നാളെയും കാണേണ്ടവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അവിടെ രാഷ്ട്രീയത്തിൻ്റെ വിഷം പകർന്നു കൊടുക്കാനല്ല, പകരം ഈ രാഷ്ട്രീയത്തിനപ്പുറം, ഈ ജയപരാജയത്തിനപ്പുറം കാത്തു സൂക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ചില നന്മകളുണ്ട്. സ്നേഹവും സൗഹൃദവും പരസ്പരമുള്ള ഇടപെടലുകളുമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അവിടെ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടാകരുത്. ഇവിടെ ഈ ദിനം ജയവും പരാജയവും ഉണ്ടാകും. അവയെ സമചിത്തതയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആര് ജയിച്ചു എന്നതിനേക്കാളൊക്കെ അപ്പുറം നമ്മളായി തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മെ നയിക്കട്ടെ. സൗഹാർദ്ദം എന്നും അതിൻ്റെ പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കട്ടെ. നേരുന്നു ശുഭദിനം.